അപ്പോൾ എല്ലാവർക്കും ഹായ്ട്ടോ. അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 12 അല്ലേ. അപ്പോൾ ഇന്നാണ് ഉച്ചാരൽ വേല മഹോത്സവം. അപ്പോൾ അമ്പലപ്പാറ സെന്ററിലൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ പോണത് മേങ്ങശ്ശേരിയിലുള്ള വയങ്ങാവ് ഉച്ചാരൽ വേല കാണാൻ കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ പൂരത്തിന്റെ വലിയ ഫ്ലക്സ് ഒക്കെ കൂടെ കണ്ടു കേട്ടോ. അപ്പോൾ ഓരോ വേലകളായിട്ട് പൂരപ്പുറമ്പിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ പൂരപ്പുറമ്പിൽ എത്തി ഗൈസ്. അപ്പോൾ ഇവിടെ വന്നാലല്ലേ ഇത്രയും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, തെയ്യമുണ്ട്, വണ്ടി വേഷം കെട്ടിയത് അതുണ്ട്, പിന്നെ ആനകള്, ശിങ്കാരിമേളം, അങ്ങനെ നമുക്ക് അങ്ങോട്ട് ആഘോഷിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ നെറ്റിപ്പട്ടം മുത്തുകൊടിയും ചൊടിയിട്ടുള്ള 9 ഗജ വീരന്മാരാണ് കേട്ടോ ഈ നിൽക്കുന്നത്. 7 ദേശങ്ങളുടെ കൂട്ടിയെഴുന്നള്ളിപ്പാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കതൊന്ന് കണ്ടാലോ. ഈ കാണുന്ന കേട്ടോ ക്ഷേത്രം. അപ്പൊ ക്ഷേത്രത്തിന്റെ നടപ്പുറയിലൊക്കെ ആളുകൾ അങ്ങനെ തിങ്ങി നിറഞ്ഞിട്ടാണ് പൂരം കാണാൻ നിൽക്കുന്നത്. ആക്ച്വലി ഈ ശിങ്കാരിമേള ഉണ്ടല്ലോ, അത് തെയ്യത്തിന് വേണ്ടിയിട്ട് കൊട്ടുന്ന ശിങ്കാരിമേള തോന്നുന്നു. പക്ഷെ തെയ്യം ഇപ്പോൾ കുറച്ച് റെസ്റ്റിലാണ് കേട്ടോ. അവർ കുറേ കളിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു റെസ്റ്റിലാണ് അവരെല്ലാവരും. അപ്പം നമ്മൾ എന്തായാലും ഇനി അടുത്ത സെക്ഷനിലോട്ട് കിടക്കാൻ പോവാണ്. അപ്പോഴേ നമ്മൾ ഈ സ്റ്റേജ് പെർഫോമൻസിലൊക്കെ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പൂരപ്പറമ്പിൽ നമ്മുടെ ഈ ചെണ്ടയും വയലിനും ഒക്കെ ഒരു ഫ്യൂഷനായിട്ട് പെർഫോമൻസ് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ട് ആസ്വദിച്ചാലോ. അപ്പം എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ? അങ്ങനെ നമ്മൾ അവസാനം അമ്പലത്തിൻ്റെ തിരുനടയിൽ എത്തിയിട്ടുണ്ട്. നടയിൽ നല്ല അടിപൊളി പഞ്ചവാദ്യം നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തൊഴുവും വേണം, നമുക്ക് ആ ഒരു പഞ്ചവാദ്യം നമുക്ക് ആസ്വദിക്കും വേണം. അങ്ങനെ ആനപ്പൂരം അമ്പലത്തിൻ്റെ നടപ്പുര വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. മേള അങ്ങനെ കൊട്ടി കയറേണ്ട എല്ലാവരും നല്ല ആവേശത്തിലാണ്. പൂരം കാണാൻ വരുമ്പോൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട 2 കാര്യങ്ങളിലോട്ട് നമുക്ക് കിടക്കാം. ഒന്ന്, നമുക്ക് ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങലും, പിന്നെ നമുക്ക് പലഹാരങ്ങൾ വാങ്ങലും. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കുറച്ച് പൂരിയും മുറുക്കും അതുപോലെ അലുവയൊക്കെ മേടിച്ചു. ചില പൂരങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു പൂരം എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്യാതെ യാദൃശ്ചികമായിട്ട് നമുക്ക് കിട്ടിയതാണ്. അത് മാത്രമല്ല 2025 നമ്മൾ കണ്ട ആദ്യത്തെ പൂരം കൂടിയാണ് വയങ്ങാവ് പൂരം. അപ്പോൾ നമ്മുടെ പൂരം വീഡിയോ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.